ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തിയിരുന്നു. രണ്ടാം തവണയാണ് അദ്ദേഹം കാശ്മീരിലെത്തുന്ന സ്ഥിതികൾ നിരീക്ഷിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം കൂടി പങ്കെടുത്ത ഒരു ഉന്നതതല യോഗമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഇന്നലെ വിളിച്ചുകൂട്ടിയ ഒരു ഉന്നതതല യോഗത്തിൽ ഈ സൈനിക മേധാവി പങ്കെടുത്തത് കൂടാതെ എല്ലാ സുരക്ഷാ ഏജൻസികളുടെയും തലവന്മാർ പങ്കെടുത്തു. ഇത് കൂടാതെ നിയമനിർവഹണ ഏജൻസികളും ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെയും മേധാവികൾ പങ്കെടുത്തു. ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് മുൻപാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് എല്ലാ അധികാരങ്ങളും കേന്ദ്രം നൽകിയത്. ഇത് പ്രതിപക്ഷത്തെ വല്ലാത്ത രീതിയിൽ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സാധാരണഗതിയിൽ ഒരു കരസേന അല്ലെങ്കിൽ നമ്മുടെ സൈന്യം ഒരു തിരിച്ചടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇല്ലെങ്കിൽ ആ തിരിച്ചടി കൂടുതൽ ദിവസത്തേക്ക് നീണ്ടുപോവുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ട സിവിൽ ആൻഡ് ക്രിമിനൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാന ഭരണകൂടമാണ്. നിലവിൽ സംസ്ഥാന ഭരണകൂടം ജമ്മു കാശ്മീരിൽ ഇല്ലാത്തത് കൊണ്ടാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് കേന്ദ്രം എല്ലാ അധികാരങ്ങളും, അതായത് ഒരു മുഖ്യമന്ത്രിയുടെ എല്ലാ അധികാരങ്ങളും നൽകിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. അതായത് ഒരു തിരിച്ചടി ഏത് നിമിഷവും സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് അതിർത്തി കടന്നുള്ളതാകാം. ഒരുപക്ഷെ അത് ദിവസങ്ങളോളം നീണ്ടുപോയാൽ കാശ്മീരിൻ്റെ സാധാരണ ജനജീവിതത്തെ നയിക്കേണ്ടതിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാന സർക്കാരാണ്. ഇപ്പോൾ നിലവിൽ അത് ലഫ്റ്റനന്റ് ഗവർണറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉന്നതതല യോഗത്തിൽ എല്ലാ വകുപ്പുകളിലും പെടുന്ന ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുകയും ഒപ്പം സേനാ മേധാവി പങ്കെടുത്ത് എന്താണ് ഇനി അടുത്ത നീക്കം എന്നതിനെക്കുറിച്ച് ചെറിയൊരു സൂചന നൽകിയതായും വിവരങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.